അല്ലെന്നേ, അമ്മയുടെ നിലപാടിന് മുമ്പ് ആദ്യം ജനങ്ങളോട് പറയേണ്ടത് എന്താണ് സംഭവിച്ചതെന്നുള്ളതാണ്. ഇപ്പം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയണ്ടായി, അവർ ജൂൺ 1 തൊട്ടിട്ട് സമരത്തിലോട്ട് പോവാണ്. പക്ഷേ ഇതങ്ങനെ വിട്ടാ പറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ എന്ത് ചെയ്യും? സമരം ചെയ്യണം. അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം. വേണം അത് വേണം, അതില്ലാതെ പറ്റുകയില്ല. താരങ്ങളാണ് സിനിമക്ക് നഷ്ടമുണ്ടാക്കുന്നത്. ഞാനോ? അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചിപ്പോഴൊക്കെ ഈ ലോകത്തുള്ള മലയാള സിനിമ വിടുക, മലയാളം ഒഴിച്ച്, അല്ലെങ്കിൽ മലയാളം കൂടി ചേർത്താൽ പോലും മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷിന് ഏത് പടത്തിലായാലും ഒരു പടം കൊമേഴ്സ്യലി ഹിറ്റാകാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റാറുകളെ ആയാലും നായക നിരയിലോട്ട് കൊണ്ടുവയ്ക്കുന്നത്. അതുകൊണ്ടല്ലേ സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ ഹിറ്റുകളും സൂപ്പർ ഹിറ്റ് ഫിലിംസും ഒക്കെ ഉണ്ടാവുന്നത്. 100% ഞാൻ യോജിക്കുന്നു. താരങ്ങളെ വച്ചുകൊണ്ട് സിനിമകൾ ചെയ്ത് ലാഭം ഉണ്ടാക്കിയിട്ടുള്ള കുറേ പ്രൊഡ്യൂസേഴ്സ് തന്നെയാണ് ഇന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ തലപ്പത്തിരിക്കുന്നത്. പക്ഷെ എത്ര മേലോട്ട് പോയാലും താഴെ വന്നേ സമ്മാനം മേടിക്കാൻ പറ്റൂ. അപ്പോൾ അത് ഒരു ന്യായമായ ഒരു കാര്യമൊന്നുമല്ല. അത് തികച്ചും അത് താരങ്ങൾക്കെതിരെയും താരസംഘടനക്കെതിരെയും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു വളരെ പ്ലാൻ ചെയ്തുള്ള ഒരു ആരോപണം മാത്രമാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ സ്വാമി, സ്വല്പം കൂടെ ആലോചന മതിയെന്ന്. വേണ്ട സമയത്ത് നമുക്ക് ആലോചന ഇല്ലല്ലോ, അതല്ലേ സ്വാമിയുടെ കുഴപ്പം. ഇവർക്ക് അത്രയ്ക്ക് ചങ്കൂറ്റം ഉണ്ടെങ്കിൽ ഒരു സിനിമ ഹിറ്റാക്കണമെന്നുണ്ടെങ്കിൽ താരങ്ങളെ ഇല്ലാതെ ഇവർക്ക് സിനിമ എടുക്കാമല്ലോ. ഇവരെന്താ അതിന് മുതിരാത്തത്? അല്ലെങ്കിൽ നാളെ ആവട്ടെ. അപ്പോൾ ഇവർക്ക് താരങ്ങളെ വേണം നായകനായിട്ട്, അല്ലെ നായികയായിട്ട്, അല്ലെങ്കിൽ മറ്റ് നിരയിലോട്ട് താരങ്ങളെ തന്നെ വേണം. ഒപ്പം അവർക്ക് പൈസ കൊടുക്കാനും പറ്റും. ഉത്തരത്തിലിരിക്കുന്ന എടുക്കാൻ വേണം, കക്ഷത്തിലിരിക്കുന്ന പോവുകയരുത്, രണ്ടും കൂടെ നടക്കില്ല. ഇതിനകത്ത് വന്നിട്ട് സുരേഷ് കുമാർ പറഞ്ഞിരിക്കുന്നു, അമ്മ നാഥനില്ല കളരി. എന്ത് നാഥനില്ല കളരി എന്നേ പറയുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ മലയാളത്തിലെ സിനിമ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അവർ കടത്തിലാണ്, അവർക്ക് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ 1 കോടി രൂപ കടം കൊടുത്തത് ഈ അമ്മ അസോസിയേഷനാണ്. എന്നാ ഇറങ്ങിക്കോ. അല്ലെങ്കിലും പണ്ട് പോലും ഇങ്ങനെ പൈസയുടെ കാര്യം പറയുമ്പോൾ നിനക്ക് ചെവി കിട്ടൂടാ. കമ്പിളിപ്പോതപ്പ്. ഇനി അദ്ദേഹത്തിന്റെ മകള് ആക്ട്രസ് അല്ലേ, കോടികൾ മേടിച്ച് അഭിനയിക്കുന്ന ഒരു ആക്ട്രസ് അല്ലേ, ഇന്ന് വരെ 1 രൂപ കുറച്ച് ഒരു സിനിമ ചെയ്തതായിട്ട് നമ്മുടെ അറിവിലുണ്ടോ? എല്ലാരും വിളിച്ചു.